പ്രിയമുള്ളവരെ, വചനജ്വാല 1125 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 29 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നാം ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ യൂറോപ്പ് തീർത്ഥാടനം 14-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ആവിലായിലും ഫാത്തിമായിലും ഞങ്ങൾ തീർത്ഥാടനം നടത്തും. ആവിലായിലെ അമ്മത്രേസ്യായുടെ സവിധത്തിലും ഫാത്തിമായിലെ ദർശനം ലഭിച്ച ലൂസി ജസീന്ത ഫ്രാൻസിസ് എന്നീ പോർച്ചുഗീസ് കുട്ടികളുടെ സ്ഥലത്തും ഫാത്തിമായിലെ തിരുപ്രദർശനത്തിലും ഇന്ന് ഞങ്ങൾ പങ്കുചേരുകയാണ്. ഇന്നത്തെ വചന വായനയിൽ 2 മക്കബായരുടെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദേവാലയ ശുദ്ധീകരണം. കർത്താവിനാൽ നയിക്കപ്പെട്ട് മക്കബേയൂസും അനുയായികളും നഗരവും ദേവാലയവും വീണ്ടെടുത്തു. വിദേശീയർ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ബലിപീഠങ്ങളും കാവുകളും നശിപ്പിച്ചു. ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം അവർ ബലിയർപ്പണത്തിന് മറ്റൊരു ബലിപീഠം നിർമ്മിച്ചു. കല്ലുകൾ ഉരച്ച് തീ കത്തിച്ച് ബലിയർപ്പിക്കുകയും കുന്തിരിക്കം പുകയ്ക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്തത് തിരുസാന്നിധ്യപ്പം പ്രതിഷ്ഠിച്ചു. 2 വർഷം കഴിഞ്ഞിരുന്നു അവിടെ ബലിയർപ്പിച്ചിട്ട്. അവർ സാഷ്ടാംഗം വീണ് ഇത്തരം ദുരിതങ്ങൾ മേലിൽ തങ്ങൾക്ക് വരുത്തരുതേ എന്നും എപ്പോഴെങ്കിലും പാപം ചെയ്താൽ ക്ഷമാപൂർവം ശിക്ഷണം നൽകി രക്ഷിക്കണമേ എന്നും തങ്ങളെ ദൈവദൂഷകരും കിരാതരുമായ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചു. വിദേശീയർ ദേവാലയം അശുദ്ധമാക്കിയ അതേ ദിവസം, അതായത് കിസ്ലേവു മാസം 25-ാം ദിവസം ശുദ്ധീകരണം നടത്താനും അവർ തീരുമാനിച്ചു. അവർ അത് കൂടാര തിരുനാളിന്റെ മാതൃകയിൽ ആനന്ദത്തോടും ആർഭാടത്തോടും കൂടെ 8 ദിവസം ആചരിച്ചു. കൂടാര തിരുനാളുകളിൽ ചെയ്തിരുന്നത് പോലെ തങ്ങൾ മലകളിലും ഗുഹകളിലും വന്യമൃഗങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞത് അധിക നാൾ മുമ്പല്ലെന്ന് അവർ അനുസ്മരിച്ചു. തരുരോഹിണി ചക്രങ്ങളാൽ അലങ്കൃതമായ ദണ്ഡുകളും മനോഹരമായ മരച്ചില്ലകളും ഈന്തപ്പന കൈകളും വഹിച്ചുകൊണ്ട് അവർ വിശുദ്ധ മന്ദിരത്തിന്റെ ശുദ്ധീകരണം വിജയിപ്പിച്ച കർത്താവിനെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ചു. പിന്നീട് ആണ്ടുതോറും യഹൂദജനം മുഴുവൻ ആ ദിനങ്ങൾ ആചരിക്കണമെന്ന് അവർ ജനഹിതമനുസരിച്ച് പൊതുനിയമം ഉണ്ടാക്കി. എപ്പിഫാനസ് എന്നറിയപ്പെടുന്ന അന്തിയോക്കസിന്റെ കഥ ഇങ്ങനെ അവസാനിച്ചു. അന്തിയോസ് യൂപ്പാത്തോർ. അധർമ്മിയായ ആ മനുഷ്യന്റെ പുത്രനായ അന്തിയോക്കസ് യൂത്തോപ്പോറിന്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളും യുദ്ധക്കെടുതികളിൽ മുഖ്യമായവയുടെ സംക്ഷിപ്തമായ വിവരണവുമാണ് ഇനി ഞങ്ങൾ പറയുന്നത്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പ്രധാന മാലാഖമാരായ മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ എന്നിവരെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ദൈവത്തിന്റെ അശരീരിയായ സന്ദേശവാഹകരാണ് മാലാഖമാർ. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ് മാലാഖമാരെ സൃഷ്ടിച്ചത്. മനുഷ്യരെ പോലെ മാലാഖമാരുടെ ശക്തി വ്യത്യസ്തമാണ്. ശക്തി അടിസ്ഥാനമാക്കി 3 ഗണമാക്കിയിരിക്കുന്നു: സ്രാപ്പേന്മാർ, കെരൂബുകൾ, സിംഹാസനസ്ഥർ. ഭക്തിജാലകന്മാർ, ശക്തികൾ, ബലവത്തുക്കൾ. പ്രാധാനികർ, റേശുമാലാഖമാർ, മാലാഖമാർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ 3 റേശു മാലാഖമാരുടെ പേരുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്.
ആ മാലാഖമാരുടെ തിരുനാളാണ് ഇന്നു നാം ആഘോഷിക്കുന്നത്. മിഖായേൽ എന്ന പദത്തിനർത്ഥം ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ്. പൈശാചികാക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ മിഖായേൽ മാലാഖ നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന്റെ ശക്തർ എന്നാണ് ഗബ്രിയേൽ അറിയപ്പെടുക. വിധിയുടെ മാലാഖ എന്നും അറിയപ്പെടുന്നു. ദൈവം സുഖപ്പെടുത്തി എന്നാണ് റാഫേൽ മാലാഖയെ കുറിച്ച് പറയുക. യാസിനെ കൂട്ടുപോകുന്നതും കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്ന 7 പേരിൽ ഒരാളും ബത്സയിദയിലെ കുളത്തിൽ ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തിയിരുന്നതും റാഫേലാണ് എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മള് ഗബ്രിയേൽ മാലാഖയെ അറിയപ്പെടുക തപാൽ ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥനായിട്ടും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ സംശയ നിവാരണം നടത്തിയ മാലാഖ കൂടി ആണ്. മുഖ്യ ദൂതന്മാരായ മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ എന്നീ പ്രധാന മാലാഖമാരുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.